ഇരു കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ടാണ് ശ്രീമംഗലം ശ്രീ ദുർഗാഭൈരവി വിഷ്ണുമായ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം നിലനിൽക്കുന്നത്. തിരുവിതാംകൂർ ദേശരൂപീകരണവുമായി ബന്ധപ്പെട്ട് വേണാടായിരുന്ന കാലഘട്ടത്തിൽ കുളച്ചലിൽ നിന്നും വന്ന അന്നത്തെ കളരിയാശാനും ആയുർവേദ ജ്യോതിഷ ആചാര്യനുമായ നെടുങ്കാടാശാന്റെ നേതൃത്വത്തിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കുളച്ചലിൽ നിന്നും 100ഓളം കുടുംബങ്ങളെ ഇവിടേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ആ കുടുംബക്കാരുടേതാണ് ഇന്നിവിടെ നിലനിൽക്കുന്ന തറവാടുകൾ. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യം 2 കാലഘട്ടവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതിലെ രണ്ടാമത്തെ കാലഘട്ടം തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ നിൽക്കുന്നത്. തിരുവിതാംകൂർ ദേശം രൂപീകരണവുമായി ബന്ധപ്പെട്ട് വേണാടായിരുന്ന കാലഘട്ടത്തിൽ കുളച്ചൽ എന്ന പ്രദേശത്തു നിന്നും അന്നത്തെ കളരി ആശാനും മറ്റ് ആയുർവേദ തിരുമ്പ് ജ്യോതിഷവും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന നെടുങ്കാടൻ ആശാൻ എന്നറിയപ്പെട്ടിരുന്ന ആശാൻ്റെ നേതൃത്വത്തിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ പ്രദേശത്തേക്ക് 100ഓളം കുടുംബത്തെ കുളച്ചലിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി പാർപ്പിച്ചു തന്നു. ആ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഇവിടെ കാണുന്ന ഭൂരിഭാഗ തറവാടുകളും അല്ലെങ്കിൽ ഭൂരിഭാഗ കുടുംബങ്ങളും നിലനിൽക്കുന്നത്. അവർ ഈ പ്രദേശത്തേക്ക് വരുന്ന സമയത്തും ഈ ദേശത്ത് അല്ലെങ്കിൽ ഇവിടെ തെക്കത് ഉണ്ടായിരുന്നു. അത് ആയി രാജവംശവുമായി ബന്ധപ്പെട്ട് പ്രമുഖരായ മഹാരാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഗുരു സ്ഥാനത്തുമുള്ള വ്യക്തിയുടെയും ജീവസമാധി സ്ഥാനമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അതിൻ്റെ പല തെളിവുകളും ഇവിടെ ക്ഷേത്ര നവീകരണവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ ജീവസമാധി സ്ഥലത്താണ് ഇന്ന് ഇവിടെ മഹാദേവൻ്റെ പ്രതിഷ്ഠയും അതിനോടൊപ്പം തന്നെ യോഗീശ്വരനും മന്ത്രമൂർത്തിയായി അവരും ഈ ക്ഷേത്രത്തിൽ കൂടിയിരിക്കുന്നുണ്ട്. അതേ കാലയളവിൽ ഇവിടെ ഒരു തെക്കതുണ്ടായിരുന്നു. പാർവതീദേവിയെ തന്ത്രവിധിപ്രകാരം ലിംഗഭൈരവി ഭാവത്തിൽ ഇവിടെ കുടിയിരുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ആചാരക്രമങ്ങൾ പൂർണ്ണമായും തമിഴ് ശൈലിയിലാണ്. ഇവിടെയുള്ള പ്രധാന പ്രതിഷ്ഠ ശ്രീ വിഷ്ണുമായയാണ്. വിഷ്ണുമായ സ്വാമിക്ക് പൊന്നുണ്ണി വിഷ്ണുമായ എന്നും വിളിപ്പേരുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി അടക്കം ഇവിടെ കുടിയിരിക്കുന്നു എന്നാണ്. പണ്ടുകാലത്തിൽ ശ്രീകോവിലാണ് സ്വാമി കുടിയിരുന്നത്. പക്ഷേ അടുത്ത കാലത്തായിട്ട് സ്വാമിയുടെ ഇഷ്ടപ്രകാരം തന്നെ ശ്രീകോവിൽ മാറ്റുകയും പൂർവാചാരത്തിൽ ഇവിടെ കളരിത്തറയിലാണ് സ്വാമി പണ്ട് കുടിയിരുന്നതായിട്ട് കാണുകയും അദ്ദേഹത്തിന് അതേപോലെ ഇന്ന് കളരിത്തറ കെട്ടി വിഷ്ണുമായ സ്വാമിയെ കുടിയിരുത്തിക്കുന്നത്. പാർവതീദേവിയുടെ മായാസങ്കല്പമായ കൂളിവാകയിൽ പിറന്ന ഇളയ മകനാണ് വിഷ്ണുമായ എന്നാണ് ഐതിഹ്യം. മഹിഷത്തെ വാഹനമാക്കിയും കുറുവടി ആയുധമാക്കിയുമാണ് വിഷ്ണുമായയുടെ വാസം. ക്ഷിപ്രപ്രസാദിയാണ് വിഷ്ണുമായ സ്വാമി. ദുഃഖങ്ങൾ ഏറ്റുപറഞ്ഞ് സന്നിധിയിലെത്തിയാൽ ദുഃഖനിവാരണനായി വിഷ്ണുമായ അനുഗ്രഹം കൊണ്ട് പൊതിയും. വേണാടിൻ്റെ മഹാരാജാവായിരുന്ന ഇരവിവർമ്മ തമ്പുരാൻ, ഐനൂട്ടി തമ്പുരാൻ എന്ന് ജനങ്ങൾ വിശേഷിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെയും പൂർണ്ണമായിട്ടുള്ള സാന്നിധ്യം ഈ ക്ഷേത്രത്തിലുണ്ട്. ഇവിടുത്തെ എന്ത് കർമ്മങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ഐനൂട്ടി തമ്പുരാൻ്റെ അനുവാദം വാങ്ങിയിട്ടാണ് കർമ്മങ്ങൾ തുടങ്ങുക. ക്ഷേത്ര ഉത്സവം തന്ത്രസ്ഥാന രീതിയിലല്ല ഉത്സവം ആരംഭം നടത്തുന്നത്. കുടുംബത്തിലുള്ള മൂത്ത മരുമകൾക്കാണ് ഇവിടെ ഉത്സവം തുടങ്ങാനുള്ള അവകാശം. വർഷത്തിൽ ഒരു ദിവസം കുടുംബത്തിലെ മൂത്ത മരുമകൾക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുവാനും അവിടെ പാർവതി ദേവിക്ക് പൂജാതി കർമ്മങ്ങൾ കൊടുത്ത് ദീപാരാധന നടത്തിയാണ് ഉത്സവം ആരംഭം. വർഷത്തിൽ 3 ഉത്സവമാണ് ഇവിടെ ഉള്ളത്. ഒന്ന് കുംഭമാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ തുടങ്ങി മകം വരെയും നവരാത്രി മഹോത്സവവും, അതേപോലെ തന്നെ കർക്കിടക മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ദിവസം തമ്പുരാനും യക്ഷിയമ്മമാർക്കുമായിട്ട് പ്രത്യേകം ഒരു ദിവസം അവർക്കായിട്ട് പൂർണ്ണമായിട്ടും തമിഴ് ശൈലിയിലുള്ള പൂജാതിക്കാർ. അങ്ങനെ 3 ഉത്സവമാണ് നിലവിലിവിടെ നടത്തിപ്പോകുന്നത്.
ചോദിക്കുന്നതെന്തും നൽകുന്ന മഹാവിഷ്ണുമായ സ്വാമിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. അതേ നടയിൽ കരിങ്കുട്ടി സ്വാമിയുടെയും പരിവാര ചാത്തന്മാരുടെയും പ്രതിഷ്ഠകളുമുണ്ട്. അതു കടന്ന് നാലുകെട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വടക്കു ദർശനമായി ആദ്യം കാണുന്നത് ഭദ്രകാളി അമ്മയെയാണ്. തിരുമുടിയോടുകൂടിയുള്ള പ്രതിഷ്ഠയാണിവിടെ. തിരുമുടി കരിങ്കാളി സങ്കല്പവും പ്രതിഷ്ഠ ഭദ്രകാളി സങ്കല്പവുമാണ്. അതോടൊപ്പം മുത്താരമ്മയുടെ പ്രതിഷ്ഠയുമുണ്ട്. ഭദ്രകാളി ദേവിയുടെ ഇടതു വലതു ഭാഗങ്ങളിലായി വരാഹി ദേവിയുടെയും പൃഥ്വിങ്കര ദേവിയുടെയും പ്രതിഷ്ഠകളുണ്ട്. അവിടെ നിന്ന് ഇടതുവശം ചുറ്റി വരുമ്പോൾ പാർവതീദേവിയുടെ ശ്രീകോവിൽ കാണാം. പാർവതീദേവിയുടെ ശ്രീകോവിലിനു സമീപം അഗ്നികോണിൽ ഭൂതത്താനും വിളങ്ങുന്നു. ആ തിരുനട തൊഴുത് വലം വെച്ചു വരുമ്പോൾ ഗണപതിയുടെയും പേച്ചിയമ്മയുടെയും അയണിക്കോട്ടു തമ്പുരാന്റെയും ഇശക്കിയമ്മയുടെയും പ്രതിഷ്ഠകൾ കാണാം. അതു കഴിഞ്ഞ് മറുതയും കന്നിച്ചാവും തൊഴുതു കടന്നാൽ നാഗത്താന്മാരുടെ മുന്നിലെത്താം. ശേഷം മഹാദേവൻ, യോഗീശ്വരൻ, മന്ത്രമൂർത്തി എന്നിവരെയും കിഴക്ക് ദർശനമായുള്ള ശ്രീകോവിലിൽ കാണാൻ സാധിക്കും. അതുകഴിഞ്ഞ് വടക്ക് ദർശനമായി കരിനീലിയമ്മയും കോട്ടൂർ വനത്തിലെ ദേവതാ സങ്കല്പമായ നീലിയമ്മയും വിളങ്ങുന്ന ഇടം കാണാം. മൺപുറ്റു രൂപത്തിൽ നാഗദൈവങ്ങളും അതിനോടൊപ്പം സങ്കല്പഭാവത്തിൽ അഗസ്ത്യമുനിയുടെ പീഠവും ദർശിക്കാം. നരസിംഹമൂർത്തി, സുബ്രഹ്മണ്യൻ, ഈശാനകോണിൽ കാലഭൈരവൻ എന്നീ പ്രതിഷ്ഠകളും ഭക്തജനങ്ങൾക്കു ദർശിക്കാം. ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ എന്ന് പറയുന്നത് അമാവാസിക്കും ഉള്ള വിഷ്ണുമായ ചാത്തൻ സ്വാമിക്ക് നടക്കുന്ന കർമ്മമാണ്. അതേപോലെ തന്നെ പൗർണമി ദിനത്തിൽ പാർവതീദേവിക്ക് അഭിഷേകാദികളോട് കൂടിയുള്ള പൂജയും കാലഭൈരവ സ്വാമിക്ക് ശനീശ്വര പ്രീതിക്കും ശനിദോഷ പരിഹാരത്തിനുമായിട്ടുള്ള പൂജകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നാഗദോഷവും സംബന്ധമായിട്ടുള്ള ദോഷനിവാരണത്തിനായിട്ട് നാഗർക്ക് ഇവിടെ കരുനാഗമൂർത്തിക്കാണ് പ്രാധാന്യം. മറ്റു ക്ഷേത്രങ്ങളിൽ അനന്തനും നാഗയക്ഷി നാഗകന്യകയ്ക്കാണ് പ്രാധാന്യമെങ്കിൽ ഇവിടെ കരുനാഗമൂർത്തിക്കും കരുനാഗയക്ഷിക്കാണ് പ്രാധാന്യം. അതേപോലെ എല്ലാ മാസവും മലയാള മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച തമ്പുരാനും യശക്കിയമ്മയ്ക്കും പേച്ചിയമ്മയ്ക്കും ഉച്ചയ്ക്ക് പടപ്പ് പൂജയും മറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള ആചാര കാര്യങ്ങളും നിലനിർത്തി പോകുന്നുണ്ട്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശത്രുദോഷപരമായിട്ടുള്ള ദോഷനിവാരണത്തിനായിട്ട് നരസിംഹമൂർത്തിക്ക് പ്രത്യേക അഭിഷേകവും കാര്യങ്ങളും നടന്നു പോകുന്നു. എല്ലാ മലയാള മാസത്തിലെയും അവസാനത്തെ ചൊവ്വാഴ്ച ഭദ്രകാളി അമ്മയ്ക്ക് പ്രത്യേക പൂജകളുണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ അന്ന് വൈകിട്ട് കരിങ്കാളി അമ്മയ്ക്ക് മധുപൂജയും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വെള്ളാട്ട് കർമ്മം ആണ് സ്വാമിക്ക് പ്രധാനപ്പെട്ട വഴിപാടായി ഇവിടെ ചെയ്യുന്നത്. വെള്ളാട്ടും ബ്രഹ്മവെള്ളാട്ടും രണ്ട് കർമ്മങ്ങൾ വിവിധമായി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കാര്യസിദ്ധി പൂജയും വിഷ്ണുമായിക്ക് നിത്യമായി ചെയ്തു പോകും. ജീവിതത്തിൽ നിങ്ങൾക്ക് അനറ്റുന്ന ഏതു തരം വിഷയങ്ങളാണെങ്കിലും പ്രയാസങ്ങൾക്കാണെങ്കിലും വിഷ്ണുമായയുടെ ഈ സന്നിധിയിൽ വന്ന് തൊഴുതാൽ അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരവും ഉണ്ടാവുന്നതാണ്. ഏതൊരു ദുഃഖമാവട്ടെ നിങ്ങൾക്ക് ഭക്തിയും സത്യസന്ധമായി വന്ന് സ്വാമിയെ കൈയെടുത്ത് തൊഴുതാൽ ആ വിഷയങ്ങളിൽ നിന്നും പരിപൂർണമായിട്ടുള്ള പരിഹാരം സ്വാമി നൽകുന്നതാണ്. കളരിത്തറയിൽ കുടിയിരിക്കുന്ന വിഷ്ണുമായ സ്വാമിക്ക് വെള്ളാട്ട് കർമ്മമാണ് പ്രധാന വഴിപാട്. വെള്ളാട്ടും ബ്രഹ്മവെള്ളാട്ടും പ്രധാന വഴിപാടുകളാണ്. വിഷ്ണുമായയ്ക്ക് കാര്യസിദ്ധി പൂജയും പ്രധാനമാണ്. പൊന്നുണ്ണി വിഷ്ണുമായയുടെ ദർശനത്തിനും വഴിപാടുകൾ നൽകി ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ വന്ന് എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. നല്ല മാറ്റങ്ങളാണ്. പിന്നെ അമ്മയെ തൊഴുതിട്ട് പോകുന്ന ദിവസമെല്ലാം നല്ല അനുഭവങ്ങളുമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഇത് കുടുംബപരമായിട്ടും അല്ലാതെയും എൻ്റെ കൂട്ടുകാരെ എല്ലാവരും ഞാനിവിടെ കൊണ്ടുവരാറുണ്ട്.
കാര്യം അവർ തന്നെ ചോദിക്കും, എനിക്ക് വന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് എൻ്റെ കൂടെ. പിന്നെ തൊഴിൽപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എനിക്ക് ഇവിടെ വന്നിട്ടാണ് എനിക്ക് അതിനെല്ലാം ഒരുപാട് ഗുണങ്ങളുണ്ടായത്. അതുപോലെ തന്നെ ഞാനൊരു ഷോപ്പിടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ഞാൻ അല്ലാതെ വേറെ ഷോപ്പിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്, ഒരു ബ്യൂട്ടി പാർലറിൽ. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഷോപ്പിടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പോറ്റിയോട് സംസാരിച്ചു. അപ്പം പോറ്റി അതിനുള്ള കാര്യങ്ങൾ അമ്മയ്ക്ക് നേർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് എനിക്കിപ്പോൾ നല്ല രീതിയിൽ എൻ്റെ ഷോപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വേറെ ഒരെണ്ണം കൂടെ തുടങ്ങാനുള്ള ഒരു ആലോചനയിലും ഉണ്ട്. അങ്ങനെ നല്ല അനുഭവങ്ങളാണ് എനിക്കിവിടെ വന്നതിന് ശേഷം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരെ ഞാനിവിടെ കൊണ്ടുവരുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരും വീട്ടുകാരുമായിരുന്നാലും. തെക്കൻ ജില്ലകളിൽ വിഷ്ണുമായ ക്ഷേത്രങ്ങൾ അധികമായി ഇല്ലെങ്കിലും ശ്രീമംഗലം ദുർഗാഭൈരവി വിഷ്ണുമായ ക്ഷേത്രം വളരെ പ്രചാരം നേടിയിട്ടുണ്ട്. വിഷ്ണുമായ ഉപാസനയ്ക്ക് ചില മാറ്റങ്ങൾ കാണാനുണ്ടെങ്കിലും പ്രധാന വഴിപാടുകളും ആരാധനാരീതിയും ഒരുപോലെ തന്നെയാണ്. തെക്കൻ കേരളത്തിൽ വളരെയധികം പ്രചാരം നേടി വരികയാണ് ഈ വിഷ്ണുമായ ക്ഷേത്രം. ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ട് 8 വർഷമായി. ഞാനിപ്പോൾ ഇവിടുത്തെ കീഴ്ശാന്തിയാണ്. ഞാൻ ഈ അമ്പലത്തിൽ വരുന്നത് സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാന്തി ഇതൊക്കെ തുടങ്ങുന്ന മുമ്പ് ഇവിടെ വരുന്ന സമയത്ത് ജോലി നഷ്ടപ്പെട്ട ആ ഒരു അവസ്ഥയിലാണ് ഇവിടെ വരികയും ഇവിടുത്തെ പോറ്റിയോട് കാര്യങ്ങൾ പറയുകയും പോറ്റി അതിന് പ്രതിവിധി ചെയ്തു തരികയും ചെയ്തു. പറഞ്ഞ ദിവസത്തിൽ തന്നെ ജോലി കിട്ടുകയും അതിൽ നിന്ന് നല്ലൊരു വരുമാന മാർഗം കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇവിടുത്തെ വിശ്വാസത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞ് ഇതിൽ കൂടുതലായിട്ട് ഇൻവോൾവായി ഇവിടുത്തെ കീഴ്ശാന്തിയായിട്ട് ഇപ്പം ഇത് ചെയ്യുന്നുണ്ട്. എൻ്റെ അനുഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് വാങ്ങിക്കണം എന്നുള്ളത് എല്ലാവരെയും പോലെ എനിക്കും വളരെ അധികമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഞാനിവിടെ സ്വാമി അനുഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് സ്വാമിയോട് ഇതേക്കണക്കൊരു വീട് വേണം എന്നൊരു ആവശ്യം പറയുകയും അത് സ്വാമി പറഞ്ഞതുപോലെ അടുത്ത വർഷം ഈ ദിവസത്തിനുള്ളിൽ നിനക്ക് നിൻ്റെ പേരിൽ വസ്തു ഉണ്ടായിരിക്കും എന്ന് പറയുകയും, അത് പറഞ്ഞപ്പോൾ കയ്യിൽ പൈസ എന്ന് പറയുന്ന സംഭവം ഇല്ലാത്ത സമയത്താണ് സ്വാമി പറയുന്നത്. പറഞ്ഞ് ഒട്ടും തന്നെ പ്രതീക്ഷ കയ്യിൽ 1 രൂപ പോലും ഇല്ലാതെ തന്നെ ഒരു വീട് വാങ്ങിക്കുകയും അപ്പം ഞാനും കുടുംബവും എല്ലാമായിട്ട് അവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പം എനിക്ക് ഇവിടുത്തെ വിശ്വാസം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്നതും ഇതേപോലെ ഒരുപാട് കഷ്ടപ്പാടും പല ബുദ്ധിമുട്ടുകളും പറ്റി ബിസിനസ് തകർന്നും അല്ലാതെ കുടുംബജീവിതങ്ങൾക്ക് പ്രശ്നമായും ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ വന്നു അവർക്കൊരു ശാശ്വത പരിഹാരം കിട്ടിയ ശേഷം കൂടുതലായിട്ട് അവരുടെ ബന്ധുക്കളുടെയും പരിചയക്കാരെയും എല്ലാവരെയും ഇവിടെ കൊണ്ടുവരികയും അവർക്കും തക്കതായ ഒരു ആശ്വാസം എന്നുള്ളതിൽ അമ്മയുടെ നിന്നും സ്വാമിയായിരുന്നാലും അവരിൽ നിന്ന് ഒരു തീർപ്പ് കൽപ്പിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്.